ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ സുന്ദരിയാകാം, ക്രീമോ വില കൂടിയ ക്രീമോ മേക്കപ്പ് ഒന്നും ഇല്ലാതെ എങ്ങനെ സുന്ദരിയാകാം എന്ന് മടിച്ച് നിൽക്കുന്നവർക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു 8 രഹസ്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മടിക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക ഗൈസ്. നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് എല്ലാവരും ക്രീമും വില കൂടിയ ഐറ്റംസ് ഒക്കെ മേടിച്ച് മേക്കപ്പ് ചെയ്താലേ നമ്മുടെ ഫേസിൽ ഒരു കോൺഫിഡൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റൊന്ന് മുഖത്ത് നോക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഒരു കരുവാളിപ്പും അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ഓടിച്ചെന്ന് വാങ്ങുന്നത്? ഇതുപോലുള്ള സ്കിൻ കെയർ മെറ്റീരിയൽസ് അല്ലേ, സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ക്രീം, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ തരുന്നത്? അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പറയുന്ന രഹസ്യം ഇതാണ്. നിങ്ങളെ തന്നെ സ്വയമായിട്ട് സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആന്തരിക ഒരു സൗന്ദര്യം പുറത്തോട്ട് വന്ന് മുഖത്തത് പ്രതിഫലിക്കുള്ളൂ. ഇത് എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഇതിലൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാൻ മറക്കരുത് കേട്ടോ. അതായത് നിങ്ങളെ തന്നെ സുന്ദരിയാണെന്ന് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തിടത്തോളം മറ്റാർക്കും നിങ്ങളുടെ ഭംഗിയെ കാണാൻ സാധിക്കില്ല. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. ഇത് എന്താണ് ആദ്യം നമ്മൾ തന്നെ പറയുക. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നമുക്ക് അയ്യോ നമ്മൾ കറുത്ത് പോയല്ലോ, അയ്യോ നമുക്ക് ഇങ്ങനെ ആയല്ലോ, നമ്മുടെ ഫേസ് അങ്ങനെ ആയല്ലോ എന്ന് സ്വയം നമ്മൾ പഴി പറയാതെ നമ്മൾ സുന്ദരിയാണ്, നമ്മൾ പരിപൂർണരാണ് എന്ന് വിശ്വസിക്കുക. അപ്പോഴാണ് ആ അകത്തുള്ള ആന്തരിക ഭംഗി മുഖത്ത് പ്രകടമാകുന്നത്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ. രണ്ടാമത്തെ മെയിൻ ഇഷ്യൂ എന്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സൗന്ദര്യം അടുത്തതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ. ഇന്നത്തെ സമൂഹം രാവിലെ എണീറ്റുടനെ തിരയുന്നത് നമ്മുടെ ഫേസ് എന്താണോ, പോയി കണ്ണാടിയിലൊന്ന് കാണിക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ ഒന്നുമല്ല. നമ്മളൊക്കെ അഡിക്റ്റഡ് ഈ പറയുന്ന മൊബൈൽ സ്ക്രീനിലാണ് അല്ലേ. നമ്മൾ രാവിലെ എണീറ്റുടനെ തിരയുന്നത് ആ ഒരു നീല വെളിച്ചത്തെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാതിരിക്കും. കാരണം നമ്മുടെ ഈ അമിതമായ സ്ക്രീൻ അഡിക്ഷൻ കാരണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ചർമ്മത്തെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് പറഞ്ഞു തരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ മാത്രമല്ല ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശരീരത്തെ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രെയിനിൽ ഇത് ആവശ്യമില്ലാതെ, ബ്രെയിനിൽ റെസ്റ്റ് ഇല്ലാതെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിനിന് വിശ്രമിക്കാൻ ടൈം കിട്ടാത്ത സമയത്ത് ഇത് ആന്തരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പുറപ്പെടുവിക്കും. ആന്തരികമായിട്ടുള്ള ബ്രെയിൻ റെസ്റ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്ത് പ്രകടമാകുകയും കണ്ണിന് ചുറ്റും കറുപ്പും മങ്ങലും അതുപോലെ വരൾച്ചയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. മാത്രമല്ല നമുക്ക് നല്ല ക്ഷീണവും നേരിടും. സൈലന്റ് ടൈം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അത് അനിവാര്യം തന്നെയാണ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ ഈ ഒരു ഫോണിന്റെ ഉപയോഗം മാറ്റി വെക്കുക. നിങ്ങൾക്ക് പിന്നെ എണീക്കുന്ന അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുഖത്ത് അതിൻ്റെ കിട്ടുന്ന ആ ഒരു ഉറക്കത്തിൻ്റെയും ആ ഒരു മാറ്റി വെക്കുന്ന ആ ഒരു ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ അത് കിട്ടും. ഗ്ലോ നമുക്ക് തിരികെ കിട്ടുക ചെയ്യും. ചർമ്മത്തിന് ശ്വസിക്കാനുള്ള ഒരു ഇടം. അതാണ് ഈ മൂന്നാമത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പുറത്തോട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റ്, വിയർപ്പ്, മാനസിക സമ്മർദ്ദം, ഇതെല്ലാം ആഴത്തിലാണ് അടിഞ്ഞുകൂടുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ഭംഗിയൊക്കെ തരുമെങ്കിലും പുറത്ത് നമ്മൾ കാണുന്നില്ല. അതായത് നമ്മൾ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ വാരിയിട്ടില്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ വാരിയിട്ടുകൊണ്ട് നമുക്ക് പുറത്ത് അധികം പ്രശ്നം ഉണ്ടാവുന്നില്ല. അത് പുറത്തൊരു ഭംഗി നമുക്ക് തരുന്നുണ്ടെങ്കിലും ചർമ്മത്തിനെ നമ്മൾ ശ്വാസം മുട്ടിക്കുന്നു. കൃത്രിമമായ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ എന്നും ഇങ്ങനെ ഡെയിലി നമ്മൾ തുടർച്ചയായി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് ഇതിനൊരു ബ്രേക്ക് കൊടുക്കും. ഏറ്റവും വലുതായിട്ട് നമ്മൾ വീക്ക്ലി വൺസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കടലമാവ്, തൈര് അല്ലെങ്കിൽ കറ്റാർ വാഴ തേന് ഇത് ഉപയോഗിച്ച് നല്ല പോലെ നിങ്ങളുടെ ഈ ഒരു കൂട്ടുപേശ്, ഈ ഒരു പ്രകൃതിദത്തമായ ഒരു കൂട്ടുപേശ് നിങ്ങളുടെ മുഖം നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക. മുഖത്ത് നന്നായിട്ട് വരുത്തുക. ഇത് നിങ്ങൾ ഒരു ഭാരമായിട്ട് കാണാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വരുന്ന ഗിഫ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഇത് നന്നായിട്ട് റിസൾട്ട് തന്നെ ഉണ്ടാവും. നാലാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ രീതി. ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ കാര്യമാക്കേണ്ട ഒരു രീതി തന്നെയാണ് ഭക്ഷണ രീതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതി എന്താണ്? നമുക്ക് പല മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളൊരു ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല ഒരു ഇതാണ്. അതായത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഏത് മാനസിക അവസ്ഥയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്, അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. ഫുഡിൻ്റെ ഒരു ഇത് നമ്മുടെ ശരീരത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രാധാന്യമായിട്ട് കരുതാം. അതായത് നമ്മളൊരു ടൈമിൽ ധൃതി പിടിച്ചിട്ട് ഫോൺ ഉപയോഗത്തിലൂടെ നമ്മൾ ഫുഡ് കഴിക്കുക. ഇതാണ് ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഭക്ഷണ രീതി അത് കറക്റ്റായിട്ടല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാക്കും. അതിൻ്റെ മെയിൻ രീതി നമ്മൾ ഏത് മാനസിക അവസ്ഥയിൽ ഫുഡ് കഴിക്കുന്നു എന്നതിൽ അടിസ്ഥാനമായിട്ടിരിക്കും. കഴിച്ചിട്ട് വളരെ ധൃതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുക, ഭക്ഷണ സാധനങ്ങൾ ചവച്ചരയ്ക്കാതെ നമ്മൾ ഫുഡ് കഴിക്കുക. ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ പരിപൂർണ്ണമായിട്ടുള്ള ഒരു ദഹനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. ഇതിലൂടെ നമുക്ക് നമ്മുടെ മുഖത്തിൽ മുഖക്കുരുകളായും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദഹനത്തിന്റെ പല ബുദ്ധിമുട്ടുകളായും നമ്മുടെ ശരീരത്തിന്റെ പല പ്രശ്നങ്ങളായും ഒക്കെ നമുക്ക് ആഫ്റ്റർ ഇത് എഫക്ട് ചെയ്യുന്നു. നമ്മുടെ മുഖത്തിന്റെ തിളക്കം എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ആരോഗ്യം തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വയറ് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ മുഖം തിളങ്ങുള്ളൂ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മെയിനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണന എന്താണെന്ന് അറിയാം? നമ്മുടെ ശരീരത്തിലുള്ള ജലം. കുട്ടികൾക്കിടയിൽ നമ്മൾ ഈ മറന്നു പോകുന്ന ഈ ഒരു ചെറിയ ഒരു അനീതിയാണ് നമുക്കുണ്ടാകുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ഫേസിലായിരിക്കും. അതായത് വരൾച്ച, ചുളിവുകൾ, മുഖത്തെ പാടുകൾ, അത് കരിവാളിപ്പ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ വേണ്ടത്ര ജലം നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം.
പല ആൾക്കാർ ഇതിലൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒരു സമയം അങ്ങ് കുടിച്ച് തീർക്കുക, ഇതിൻ്റെ ഈ ഒരു സംഭവം അങ്ങ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു പരിഹാരമാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ രാവിലെ മോർണിംഗ് എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ശീലം തുടങ്ങേണ്ടത്. പിന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ ഓരോ ഗ്ലാസ് വെള്ളം, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം എത്രയാണോ ഒരു മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ആ വെള്ളം കുടിച്ച് ആണ് നിങ്ങൾ ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളെ പരിപോഷിക്കുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ ചർമ്മത്തിലെ ഭംഗിയാണ് വീണ്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജലം അത് നിങ്ങളുടെ മസ്റ്റായിട്ട് നമ്മൾ വാട്ടർ നന്നായിട്ട് കുടിക്കുക. ആറാമത് ഞാൻ നിങ്ങളായിട്ട് പറയുന്നത് രാത്രി കാലങ്ങളിൽ ചർമ്മ സംരക്ഷണം. അപ്പം ഇത് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് നമ്മുടെ ചർമ്മകോശങ്ങളും അതുപോലെ തന്നെ ശരീരമൊക്കെ സ്വയം പുതുക്കാൻ കേടുപാടുകൾ നീക്കം ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ തീർക്കാൻ ശ്രമിക്കുന്ന ടൈം. അപ്പോൾ ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. മുഖം കഴുകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വൃത്തിയായി ഉറപ്പ് വരുത്തിയതിന് ശേഷം സിറമോ നല്ല മോയ്സ്ചറൈസറോ ഒക്കെ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചർമ്മത്തിലുള്ള ഒരു എന്താ പറയുക ഈർപ്പവും അതുപോലെ തന്നെ പോഷകങ്ങളും നിലനിർത്താൻ സഹായിക്കുന്നു. ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പറയുന്നത്. ചില മനുഷ്യർ നമ്മൾ അടുത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തൊരു സുഗന്ധമല്ലേ. അപ്പോൾ ഈ ഒരു സുഗന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തി നമുക്ക് തരുന്ന ഒരു ആദ്യത്തെ അട്രാക്ഷനാണ്. നല്ലൊരു വില കൂടിയ പൈസകൾ മുടക്കി വില കൂടിയ ഫ്രാഗ്രൻസ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നത് സുഗന്ധം എടുക്കണം എന്നില്ല. വൃത്തിയുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ നല്ല ഒരു സോപ്പ്, ഇത് മാത്രം മതിയാവും. പിന്നെ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള മാത്രം മതി. ഈ നമ്മളെ കൈത്തണ്ടയിലെ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലെ ചെവിയുടെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സുഗന്ധം നമുക്ക് ഒരുപാട് നേരം നമുക്ക് നിലനിൽക്കും. ഇതൊക്കെയാണ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെയിൻ കാരണങ്ങൾ. ഒരാൾ കാണുമ്പോൾ ആ ആളിങ്ങനെ പോകുമ്പോൾ ആ ആൾ നല്ല സ്മെല്ലേ, അയാൾ പോകുമ്പോൾ നല്ല മണികൾ എന്താ എടുത്തത്. അപ്പോൾ ഇതുപോലെ ആളുകളിൽ നിങ്ങളെ ഒരു സുഗന്ധം പോലെ അവരുടെ ഓർമ്മകൾ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു സുഗന്ധം പോലെ മറ്റുള്ളവരുടെ ഓർമ്മകൾ നിങ്ങൾ നിലനിൽക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.